السلام عليكم ورحمه الله وبركاته. الحمدلله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സക്കീന എന്ന വാക്ക് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഉപയോഗത്തിലുള്ള അത്ഭുതം, സൂക്ഷ്മത. സക്കീന എന്ന് പറഞ്ഞാൽ സുക്കൂൻ, ശാന്തി, സമാധാനം, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, അൻസല സക്കീനത ഫി ഖുലൂബിൽ മുഅ്മിനീൻ. അള്ളാഹുവാണ് സുക്കൂൻ, അതായത് ശാന്തി, വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. നോക്കുമ്പോൾ കാണുന്ന പറഞ്ഞാൽ ഫ അൻസലല്ലാഹു സക്കീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. ഇവിടെ ആദ്യം ഫി ആയിരുന്നു, ഇവിടെ അലായാണ്. മൂന്നാമത്തെ ഒരായത്തിൽ നോക്കുമ്പോൾ ഫഅലിമ മാ ഫി ഖുലൂബിഹിം ഫ അൻസല സക്കീനത അലൈഹിം. അല അതല്ലെങ്കിൽ ഫി ഖുലൂബിഹിം അല്ലെങ്കിൽ സക്കീനത്ത ഫി എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഇതിൽ വ്യത്യാസം, അല്ലെങ്കിൽ ഇതിലുള്ള അത്ഭുതം എന്താണ്, സൂക്ഷ്മത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹൃദയത്തിനെ പറ്റി പറയുമ്പോൾ രണ്ട് തരം വികാരങ്ങളാണ് പെട്ടെന്ന് ബാധിക്കുന്നത്. ഒന്ന് പേടി, പിന്നെ ഒന്ന് ദേഷ്യം, സങ്കടം, ഇങ്ങനെയുള്ളത്. അപ്പോൾ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഭയം, പേടി, ഖൗഫ്. പിന്നെ യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ ഹുസ്ന്, അതായത് സങ്കടം ആണ്. അപ്പോൾ ദേഷ്യം, സങ്കടം ഇങ്ങനെയുള്ളതൊക്കെ ഹൃദയത്തിനെ ബാധിക്കും. അതുപോലെ പേടി ഹൃദയത്തിനെ ബാധിക്കും. പേടി ഹൃദയത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ് പെട്ടെന്ന് പോവില്ല. അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ഓർമ്മയിൽ വരും. പ്രത്യേകിച്ചും ദേഷ്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ വരും. ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ നമ്മളെ കണ്ടിട്ട് ബഹുമാനിച്ചില്ല എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു, അത് ഓർക്കുമ്പോൾ നമുക്ക് പിന്നീട് ദേഷ്യം വരും. അതാണ് ദേഷ്യം എന്നുള്ളത്. അപ്പോൾ ഹൃദയത്തിനെ ബാധിക്കുന്ന സാധനങ്ങളിൽ പൊതുവേ ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ സങ്കടമൊക്കെ ആണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരും. പേടി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തിരിച്ചു വരില്ല. കാരണം അത് ശരീരത്തിനെയാണ് ബാധിക്കുന്നത്. അത് ആ സമയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പേടിച്ചു കണ്ട് വിറയ്ക്കും, ശരീരമൊക്കെ ഒന്ന് വിറയ്ക്കും, ഹൃദയത്തിനെയും ബാധിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ പേടിയുടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിട്ട് പോയി കഴിഞ്ഞു, ഇനി പിന്നെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, കുഞ്ഞു പിള്ളേർ കളിക്കുകയാണ്, എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുന്നു മുറ്റത്തോ പുറത്തോ എവിടെയെങ്കിലൊക്കെ. ആ സമയത്ത് പെട്ടെന്ന് ഇടി വെട്ടി, ഭയങ്കര ഇടി, പിള്ളേരൊക്കെ ഓടി പെരയ്ക്കകത്ത് വരും. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ആ ശബ്ദവും മഴയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതുങ്ങൾ വന്ന് വീണ്ടും കളിക്കും. അവരാരും ഇങ്ങനെ ഇനി ഇടി വെട്ടുമോ എന്ന് വിചാരിച്ച് പിള്ളേർ കളി നിർത്തിയിട്ടില്ല എന്ന് വരെ. അപ്പോൾ അതായത് ആ പേടി എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റ്, ആ ഒരു സമയത്തേക്കുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പേടിയില്ല. പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു കാരണമില്ലാതെയും പഴയ ദേഷ്യം നമുക്ക് ഓർത്ത് എടുത്തിട്ട് അത് നമ്മളെ ബാധിക്കും. ഒരു ഉദാഹരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹുദൈബിയ സന്ധിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹജ്ജിന് വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും റളിയല്ലാഹു അൻഹുമ അവർ മക്കയിലേക്ക് വരുന്നു. പക്ഷേ അവിടെ നിന്ന് മക്കയിൽ നിന്ന് അവർ തടയും, മക്കക്കാർ. കാരണം അന്ന് അവർ മദീനയിലാണ്. അപ്പോൾ മക്ക അവരുടെ കീഴിലല്ല ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ. അപ്പോൾ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് ഹജ്ജ് ചെയ്യാതെ ഹുദൈബിയ സന്ധി നടത്തിയിട്ട് തിരിച്ചു പോകേണ്ടി വരും അവർക്ക്. അപ്പോൾ ആ സമയത്ത് എല്ലാ സഹാബികൾക്കും ദേഷ്യം വരും, വളരെയധികം ദേഷ്യം വരും. അതായത് നമ്മൾ ഇത്രയും നല്ല മാർഗ്ഗത്തിൽ ജീവിക്കുന്നു, നന്നായി ജീവിക്കുന്നു, ആരും ഉപദ്രവിക്കുന്നില്ല, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിന് പോലും ഒരു പരിധി വിട്ട് കടന്നു പോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന് ഭയങ്കര ദേഷ്യമായിട്ട് റസൂലിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, നിങ്ങൾ റസൂലല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ അതേന്ന് പറയും. നമ്മൾ മുസ്ലിങ്ങളല്ലേ, വിശ്വാസികളല്ലേ എന്ന് ചോദിക്കും. അതേന്ന് പറയും. നമ്മൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വന്നേ, അതേന്ന് പറയും. പിന്നെ എന്താ ചെയ്യാതെ തിരിച്ചു പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ റസൂൽ പറയും, ഈ കൊല്ലം ഹജ്ജ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഹജ്ജ് ചെയ്യും, നമ്മൾ ഹജ്ജ് ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് ഈ കൊല്ലമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ ആ ഉത്തരം കേട്ടിട്ട് ഉമർ റളിയല്ലാഹുവിന് തൃപ്തിയാവില്ല, ദേഷ്യം മാറുകയില്ല. അപ്പോൾ തിരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, നമ്മൾ മുസ്ലിങ്ങളല്ലേ, അത് റസൂലല്ലേ, നമ്മൾ ഹജ്ജ് ചെയ്യാൻ വന്നതല്ലേ, പിന്നെ എന്താ ചെയ്യാതെ തിരിച്ചു പോകുന്നത്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയും, അത് റസൂലാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്, ഉമറെ നീ സൂക്ഷിക്കുക, പരിധി വിടരുത് എന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തിരിച്ച് നോർമലായി വരും. അത് കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജീവിതത്തിൽ പലപ്പോഴും ആ ഒരു സംഭവം ഓർത്ത്, അതായത് റസൂലിനെതിരെ ദേഷ്യപ്പെട്ടതുകൊണ്ടും മോശമായി പെരുമാറി എന്നുള്ളൊരു പേടി കൊണ്ടും ഒരുപാട് സദഖ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്.
പിന്നെ ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതായത് അത്രയും വലിയൊരു അവസ്ഥയിലായിരുന്നു അന്ന് സഹാബികൾ. അവരോട് ഇഹ്റാം അഴിക്കാൻ പറഞ്ഞപ്പോൾ ആരും അഴിച്ചില്ല. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ പറയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിങ്ങൾ ഇഹ്റാം അഴിക്കുക, അപ്പോൾ അത് കണ്ട് മറ്റുള്ളവർ അഴിച്ചോളും എന്ന് പറയും. അങ്ങനെ ചെയ്തൊക്കെയാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ അത്രയധികം വലിയൊരു അവസ്ഥയായിരുന്നു. ദേഷ്യം എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ആ സമയത്തിനെ പറ്റി പറയുമ്പോഴാണ് ഈ ആയത്ത്, രണ്ടാമത്തെ ആയത്തിൽ ഫീ ഖുലൂബി എന്ന് പറയുന്നത്, അൻസലല്ലാഹു സക്കീനത്തഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് മുസ്ലിങ്ങളെല്ലാവരും ഒരു ഇച്ചിരി പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, അവരുടെ പട്ടാളം വലുതാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അന്നേരം റസൂലിനും വിശ്വാസികൾക്കും അവരുടെ മേലെ അലാ, സക്കീനത്തു അലായാണ്, മേലെ മുഴുവൻ, അതായത് ശരീരത്തിലേക്ക് മൊത്തത്തിലേക്കാണ് സമാധാനം കൊടുക്കുന്നത്. പിന്നെ ഫീ ഖുലൂബിഹിം ഫഅൻസല സക്കീനത്ത്, അതായത് ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള നിയന്ത്രണം കിട്ടാത്ത, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദേഷ്യം വന്ന് പിടിച്ചാൽ കിട്ടാത്ത, അല്ലെങ്കിൽ സങ്കടം വന്ന് പിടിച്ചാൽ കിട്ടാത്ത സമയങ്ങളിലാണ് സമാധാനം ഹൃദയത്തിലേക്ക് നേരിട്ട് ഇറക്കി കൊടുക്കും. കാരണം അന്നേരം പുറത്ത് കിട്ടിയിട്ട് കാര്യമില്ല, ഹൃദയമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കൽബെന്ന് പറഞ്ഞാൽ തന്നെ ചാടിക്കളിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിടിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഹൃദയത്തിലേക്ക് നേരിട്ട് ഇറക്കി കൊടുക്കുന്നത്. ആ സമയത്താണ് ഫീ ഖുലൂബി അല്ലെങ്കിൽ സക്കീനത്ത ഫീ, ഉള്ളിലേക്ക്, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി എന്ന് പറയുന്നത്. ഇതാണ് ഇതിലുള്ള സൂക്ഷ്മതയും അത്ഭുതവും. നിങ്ങളത് കാണുക, പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലീ വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.